പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഒരു 5 പിള്ളേര് സൗഹൃദത്തിന്റെ ഒരു കഥയായിട്ട് വന്നു. പ്രേക്ഷകരെല്ലാം ഈ പിള്ളേരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നെ ഈ പിള്ളേര് എങ്ങോട്ടേക്കോ പോയി. പക്ഷെ അതിലൊരാളെ ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. സാമാളിയാന്ന് വിളിക്കണോ അംബരീഷ് എന്ന് വിളിക്കണോ? എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, രണ്ടും എൻ്റെ ഒരു ജീവിതത്തിന്റെ പാർട്ട് തന്നെയാണ്. ഏഷ്യാനെറ്റിലെ കത്ത് വെക്കുന്ന പ്രൈം ടൈമിലുള്ള എല്ലാ സീരിയലിലും അഭിനയിക്കുമ്പോഴും സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടി ഈ ഒരു ഡിസിഷൻ എടുക്കാനാണ്. അതായത് ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇപ്പൊ വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സ് ആയാലും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അംബരീഷേ വേണ്ട, നിന്റെ കരിയറിന്റെ പീക്ക് ടൈം ആണ്, ഒരു പ്രേമത്തിന് വേണ്ടി ഇതൊന്നും മാറ്റി വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ ഇൻഡസ്ട്രി, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാശിന് 10 തവണ വിളിച്ചാൽ മാത്രമേ നമുക്കൊക്കെ പേയ്മെന്റ് കിട്ടുള്ളൂ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 6-7 പ്രോജക്റ്റിന് പേയ്മെന്റ്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും എനിക്ക് പെൻഡിങ് ആണ്. അപ്പോൾ എല്ലാ സീരിയലും എടുത്തു നോക്കിയാലും ഭയങ്കര കോമഡി ടൈപ്പാണ്. അപ്പൊ ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഇത്രയും റൊമാൻറ്റിക് ആണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രയും ഒരു ധൈര്യമുള്ള ആളാണ് എന്ന് കേൾക്കുന്നതിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. അങ്ങനെയുള്ള അറിഞ്ഞതിൽ സന്തോഷം. ഇപ്പോഴും IG കാണുമ്പോഴത്തേക്കും സൈഡിലൂടെ സൈഡിലുണ്ട്, ഡയലോഗ് ഒന്നുമില്ല. IG സിനിമ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയൊരു പോർഷനിൽ ഞാൻ അവിടെ ഇരുന്ന് ഫ്രണ്ടിലിരിക്കുന്ന ആളടുത്ത് സംസാരിക്കുന്ന എനിക്കുണ്ടായിരുന്ന ഡയലോഗ് സിനിമയ്ക്കകത്ത് അവർ വേണ്ടെന്ന് പക്ഷെ ലുക്ക് വൈസ് ഒരു മാറ്റൂല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സ്കൂൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഫിറ്റ് ആയിരിക്കുന്നു. പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ നിനക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞോ? ചില സമയത്ത് എൻ്റെ പ്രവൃത്തി കാണുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ പറയാറുണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാന്ന്. ഈ പ്രേമലേഖനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? പ്രേമലേഖനം കൊടുത്തിരുന്നു, ഒരുപാട് കൊടുത്തിരുന്നു. പിന്നെ എന്നെക്കാട്ടിലും കൂടുതൽ ഹെഡ് ചെയ്ത് നിന്ന മുഴുവൻ ജെയിംസ് അളിയനായിരുന്നു. അപ്പൊ ഈ വാഴ നനയുമ്പോൾ സൈഡിലിരിക്കും സീരിയൽ നനയുന്ന പറയുന്നല്ലേ. അതിന്റെ ടൈറ്റിൽ സോങ് ഇപ്പോഴും ആളുകള് ഇൻസ്റ്റയില് വീണ്ടും കേൾക്കുന്നുണ്ട്. ഓർമ്മ തണ്ടാളില് അക്ഷരപ്പൂവ്. ONV സാറായിരുന്നു അതിന്റെ ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളല്ലേ ഉള്ളൂ, പണ്ടത്തെ ഏറ്റവും മെലഡി. ONV സാർ ആരെന്ന് നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നു. നമസ്കാരം, സീരിയൽ ടുഡേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സാറേ, ഇതൊക്കെയായിരുന്നു ഒരു സീരിയൽ. കുറച്ചു കാലം മുൻപേ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്ക് ഒരു 5 പിള്ളേര് സൗഹൃദത്തിൻ്റെ ഒരു കഥയായിട്ട് വന്നു. പ്രേക്ഷകരെല്ലാം ഈ പിള്ളേരെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പിന്നെ ഈ പിള്ളേര് എങ്ങോട്ടേക്കോ പോയി. പക്ഷെ അതിലൊരാളെ ഞാൻ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. സാമാളിയാന്ന് വിളിക്കണോ അംബരീഷ് എന്ന് വിളിക്കണോ? എങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, രണ്ടും എൻ്റെ ഒരു ജീവിതത്തിന്റെ പാർട്ട് തന്നെയാണ്. ഈ അളിയ വിളിയാണെങ്കിലും സാം എന്നുള്ള പേരാണെങ്കിലും അംബരീഷ് എന്നുള്ള പേരാണെങ്കിലും ഇതെല്ലാം എൻ്റെ ജീവിതത്തിന്റെ പാർട്ട്. കാരണം എൻ്റെ ഇൻസ്റ്റയുടെ പേര് തന്നെ അങ്ങനെയാണ്, അംബൂസ് സാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലയിടത്തും ഞാൻ നിക് നെയിം ആയിട്ട് യൂസ് ചെയ്യുന്നതും സാം തന്നെയാണ്. അതൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് അതിന്. ഈ ഓട്ടോഗ്രാഫ് എന്നൊരു സീരിയല് എനിക്കൊന്നും ഞാൻ വളരെ ചെറുപ്പാണ് വളരെ ചെറുപ്പാണ് ആ ഒരു സീരിയൽ കാണുമ്പോൾ. അന്ന് നിങ്ങളെല്ലാവരും നമ്മളിങ്ങനെ ഇവരെ പോലൊക്കെ ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്കൂൾ ജീവിതം കിട്ടാൻ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ. തല്ലുകൊള്ളുന്നു, അടിയുണ്ടാക്കുന്നു, ടീച്ചേഴ്സിനെ വരട്ടുന്നു, പക്ഷെ അവർ തമ്മിൽ നല്ല സൗഹൃദം. അങ്ങനത്തെ ഒരു കഥയുടെ ഭാഗമായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും, അതായത് 2007 ആ സമയത്തായിരിക്കില്ലേ അത്, 2009 ആ ഒരു സമയത്ത് ഉണ്ടായ ഒരു സീരിയല് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ഓട്ടോഗ്രാഫിൽ അഭിനയിച്ച സാം അല്ലേ എന്നല്ലേ ആളുകൾ ചോദിക്കുക. അതെ, ഞാനിപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ, കാർത്തികേയൻ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചപ്പോൾ അവിടുന്ന് ചേച്ചിമാരെല്ലാം കൂടെ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നത്. അപ്പം സാം ഇപ്പോഴും അവർ പറയുന്ന ഓട്ടോഗ്രാഫ് എന്നുള്ള പേര് വെച്ചിട്ടാണ്. അത് വലിയൊരു ഭാഗ്യമല്ലേ, നമ്മളെ ഇത്രയും വലിയ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അവരുടെയൊക്കെ ഒരു കരിയർ പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് അവരെ എന്താ പ്രോജക്റ്റ് ചെയ്തത് ആ പ്രോജക്റ്റിലായിരിക്കും അവർ അറിയപ്പെടുന്നത്. അപ്പം അതുപോലെ നമ്മളെ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന പറഞ്ഞൊരു ഭാഗ്യം തന്നെയല്ലേ. അതൊരു വല്ലാത്തൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു ഇത് തന്നെയായിരുന്നു. ആ സീരിയലിൽ ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് തന്നെ ഒരു അവാർഡാണത്. ഈ അംബരീഷ് എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു മിക്ക ആളുകൾക്കും അറിയില്ല അല്ലേ. കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് സാം, ഒറിജിനലി അതിന്റെ പേര് സാം എന്നാണോ അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചിരിക്കുന്നത്. ഞാനും കൺഫ്യൂഷൻ ആയിപ്പോയി, അംബരീഷ് ഇതാണോ പേര് പുള്ളിയുടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ തോന്നിപ്പോയി. അതൊരു കുറച്ച് അൺകോമൺ നെയിമാണ് അംബരീഷ് എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ കളിയൊക്കെ ഞാൻ പറയും, അച്ഛന് സുമലത എടുത്തുള്ള ആക്ട്രസ് സുമലതയല്ലേ ട്രോളിനുള്ള സാധനമായില്ലേ. സുമലതയുടെ ഹസ്ബൻഡിന്റെ പേര് അംബരീഷ് എന്നാണ്. ഒരു മാണ്ടിയിലെ MP ആയിരുന്നല്ലോ അദ്ദേഹം. ഇപ്പം
പുള്ളിക്കാരി അടുത്തുള്ള ഇഷ്ടം കൊണ്ടിട്ടതെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനത്തെ പേര് അൺകോമൺ ആണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കുറേ കാലം സീരിയൽ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അതെൻ്റെ എനിക്ക് കൂടുതൽ ഡയറക്ഷനോട് താല്പര്യം വന്നപ്പോഴത്തേക്കും ഞാൻ സീരിയൽ അവനെയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ അസിസ്റ്റ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് ഡോക്ടറാണ്, പീഡിയാട്രീഷ്യനാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇങ്ങനെ UK ഒരു ഓപ്പണിംഗ് വന്നപ്പോഴത്തേക്കും എന്നോട് വിളിച്ച് ചോദിച്ചു, ഇതുപോലെ അതെ പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പോരും, ഞാനും കൂടെ പോരും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പം പിന്നെ വിചാരിച്ചു എന്തായിരുന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത്. പക്ഷെ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി അന്ന് MBBS കഴിഞ്ഞിറങ്ങിയൊരു സമയം. അപ്പം ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഹേർഡിൽസും ചലഞ്ചസും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നത് ഒരിക്കലും പുള്ളിക്കാരിയുടെ കരിയർ കോംപ്രമൈസ് ചെയ്യുന്നൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ എടുക്കില്ല. അത് എത്ര വലിയ കാര്യമാണെങ്കിലും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഫിനാൻഷ്യലി നമുക്കിങ്ങനെ ഒരുപാട് അതിൻ്റെ ഫുൾ കോഴ്സിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല, ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കാം. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഡ്രീമിനെ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. അതുവരെ ഞാൻ ഫോളോ ചെയ്തിരുന്ന എൻ്റെ കരിയറും എൻ്റെ പാഷൻ തൽക്കാലത്തേക്ക് എനിക്കത് എൻ്റെ ഉള്ളിൽ തന്നെയല്ല, എനിക്ക് എപ്പോഴും അവിടെ പുതിയ തട്ടിയെടുക്കാം. അപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പോയതാണ്. പക്ഷെ ഒരു കരിയറിൻ്റെ പീക്കിലാണ് നിൽക്കുന്നത്. എല്ലാവരും സീരിയൽ എന്ന് പറയുമ്പോൾ നോക്കുന്നത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റിൽ തന്നെയാണ് കൂടുതൽ സീരിയലിൽ അഭിനയിച്ചത്. ഏഷ്യാനെറ്റിലെ അമ്മയിൽ വന്നു അല്ലേ, സ്ത്രീധനത്തിൽ വന്നു, ഫോട്ടോഗ്രാഫിൽ വന്നു. ഏഷ്യാനെറ്റിൽ കത്തി വെക്കുന്ന പ്രൈം ടൈമിലുള്ള എല്ലാ സീരിയലിലും അഭിനയിക്കുമ്പോഴും സ്വന്തം പാർട്ട്ണർക്ക് വേണ്ടി ഈ ഒരു ഡിസിഷൻ എടുക്കാൻ, മെൻ്റലി സപ്പോർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പാർട്ട്ണർക്ക് വേണ്ടി പുറത്തു പോകാൻ, കൂടെ പോകാനുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, അതിനുള്ളൊരു ധൈര്യം എങ്ങനെയായിരുന്നു കിട്ടിയത്? അതായത് ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സ് ആയാലും പറഞ്ഞിട്ടുണ്ടാവില്ലേ, അംബരീഷേ വേണ്ട, നിൻ്റെ കരിയറിൻ്റെ പീക്ക് ടൈമാണ്, ഒരു പ്രേമത്തിന് വേണ്ടി ഇതൊന്നും മാറ്റി വെക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു 1 ഇയറോളം എടുത്ത് പുള്ളിക്കാരി MDക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവളുടെ ഒരു ഡ്രീമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പൈനിയറിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒന്നാണ് PGIMER എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഈ പീഡിയാട്രിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റാണ്. അപ്പോൾ അവിടെ പഠിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ട്രൈ ചെയ്യുന്ന സമയത്ത് അതിന് അവിടുത്തെ തന്നെ എൻട്രൻസ് ഉണ്ട്. അന്നേ അതിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള അവരുടെ എന്താ പറയണ്ടേ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര കിട്ടില്ല. നമ്മൾ ബാങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല, മറ്റേ പെൻ തന്നെ അവർ നേരത്തെ അങ്ങനെ അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പം അതിനൊരു വാല്യൂ ഉള്ള സമയമായിരുന്നു. ഇപ്പോഴും അതിനുണ്ട്, ഇല്ലെന്നുള്ളതല്ല. അപ്പോൾ അത്രയും പുള്ളിക്കാരി അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു ഫാമിലി ലൈഫ് ഞങ്ങൾ മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്ക് അവിടെ സെലക്ഷനായി. അവളുടെ പതുക്കെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞാകാം എന്നുള്ളത്. ഇപ്പോൾ ഒരു കുഞ്ഞായി. ഒരു വർഷം ഞങ്ങൾ മാറ്റി വെച്ചു ഞങ്ങളുടെ കരിയറിൽ, ഞങ്ങളുടെ ഇതിന് തന്നെ. പിന്നെ അത് കഴിയുമ്പോൾ പുള്ളിക്കാരി പിന്നെ ബാക്ക് ടു സ്റ്റഡീസ് ആയിരുന്നു. പിന്നെ ഒരു 3 വർഷം, പിന്നെ 1 വർഷത്തോളം നമ്മുടെ കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ പുള്ളിക്കാരി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും അവളും എൻ്റെ കുഞ്ഞും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ജീവിക്കാൻ തുടങ്ങിയത് അന്നാണ്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതുപോലെ അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ലാൻഡിങ് ആയിരുന്നില്ല. അത് പുള്ളിക്കാരി 2 ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, PRSും പിന്നെ സമ്മത് IVF എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ 2 ഹോസ്പിറ്റൽസ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും പോകുമായിരുന്നു. ചോദ്യമായിരുന്നു പീക്കിൽ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടില്ലായിരുന്നു. എന്നോട് ഒരുപാട് ഇന്നും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സൂര്യ തന്നെ വിറ്റ്നസ് ചെയ്ത കാര്യമല്ലേ. അപ്പോൾ അപ്പോൾ എന്നോട് ഒരുപാട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ആൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നു. അപ്പം ആളുടെ ഒരു വിശ്വാസം ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനമാണ്. എനിക്ക് എൻ്റെ കരിയർ ആയിരുന്നു അന്ന് മാറ്റി വെക്കാനുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിലായാലും പോലും ഒരാളും തൻ്റെ കരിയർ വിട്ടിട്ട് പാർട്ട്ണറിനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. ഇപ്പോഴാണ് നമ്മൾ വീണ്ടും ഇതിനൊക്കെ നോർമലൈസ് ചെയ്യുന്നത്. പാർട്ട്ണറിൻ്റെ കരിയറും കൂടി ശ്രദ്ധിക്കണം എന്ന ആളുകൾ വീണ്ടും റിയലൈസ് ചെയ്ത് വരുന്നു. പക്ഷേ ചേട്ടൻ ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് ചോദിച്ചത്, അതിൻ്റെ ഒരു ധൈര്യം എങ്ങനെ കിട്ടി എന്നുള്ളത്. അത് ഈ മുൻപേ ഓടുന്നതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് എളുപ്പമാണ്. ആദ്യം ഫസ്റ്റ് നമുക്ക് കണ്ടില്ലേ, റേസിൽ ജയിക്കാൻ പോകുന്ന ഒരാളെ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അയാളെ ടീമിൽ ഒരുമിച്ച് ഓടുമ്പോൾ അയാൾ ഫസ്റ്റ് ഫിനിഷ് ചെയ്യാനില്ലെന്ന് ഇപ്പോൾ റിലേ കണ്ടിട്ടില്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ എത്രയും പെട്ടെന്ന് ആ പുള്ളിക്കാരനെ ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സിനിമയാണ്, ബാക്കി നമ്മൾ എന്ത് പാഷനാണെന്നൊക്കെ പറഞ്ഞാലും ആഫ്റ്റർ ഓൾ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു കുടുംബത്തേക്കാണ്. നമ്മൾ മോണിറ്ററി ബെനിഫിറ്റ് നമ്മൾ ഉണ്ടാക്കി
അവർ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പം അതിന് ചെറിയൊരു സന്തോഷം തന്നെയുണ്ട്. പക്ഷെ പലപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ ഇൻഡസ്ട്രി, ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കാശിന് 10 തവണ വിളിച്ചാൽ മാത്രമേ നമുക്കൊക്കെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു പലപ്പോഴും പേയ്മെൻറ്റ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 6-7 പ്രോജക്റ്റിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും എനിക്ക് പെൻഡിങ് ആണ്. ഞാനത് ചോദിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ഇതൊക്കെ സമയം കഴിഞ്ഞു, നമുക്ക് ചോദിച്ചിട്ടും കാര്യമില്ല. പ്രശ്നം എന്താ വെച്ചാൽ നമ്മളങ്ങനെ ചോദിക്കാൻ പോകുമ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഏറ്റവും നിൽക്കുന്ന ഒരു ടീമിനെ നമ്മൾ വെറുപ്പിക്കും ഓട്ടോമാറ്റിക്കലി. നമ്മൾ 10 തവണ വിളിക്കണം. നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ള അവരുടെ അടുത്ത് പറയണ്ടേ. ഈ നമ്മുടെ നാട്ടിലൊരു ഒരു പറച്ചിലില്ലേ, അതായത് കടം ചോദിക്കുന്നവൻ്റെ അടുത്തുനിന്ന് തിരിച്ചു കിട്ടാനായിട്ട് പിന്നെ നമ്മൾ കഷ്ടപ്പാടാണ്, നമ്മുടെ ദുരിതവും കാര്യങ്ങളും പറയേണ്ടി വരും. അപ്പം അങ്ങനെ സിറ്റുവേഷനൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഇതിനകത്ത് സ്ട്രഗിളിങ് ഉണ്ട്. പിന്നെ എളുപ്പം എന്ന് പറയുന്നത് അവളെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ബാക്കപ്പ് പ്ലാൻ എന്ത് കാര്യത്തിലും നമുക്ക് വേണം. പക്ഷേ ആ ബാക്കപ്പ് പ്ലാൻ പ്രോപ്പർലി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഫേർട്ട് എടുക്കണം. എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എൻ്റെ കരിയർ, അതോടൊപ്പം തന്നെ അവളുടെയും കരിയർ എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ മാത്രം കരിയർ ഞാൻ ഒരിക്കലും ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അന്നും ഇന്നും അത് തന്നെയാണ്. സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്ക്രീനിൽ കണ്ട അംബരീഷ് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സീരിയലും എടുത്തു നോക്കിയാലും ഭയങ്കര കോമഡി ടൈപ്പാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഇത്രയും റൊമാൻറ്റിക് ആണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രയും ഒരു ധൈര്യമുള്ള ആളാണ് എന്ന് കേൾക്കുന്നതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ്. അങ്ങനെയുള്ളതിൽ അറിഞ്ഞതിൽ സന്തോഷം. താങ്കളുടെ ഒരു ചിന്ത അങ്ങനെ ആയതിൽ സന്തോഷം. താങ്ക് യു. ഞാൻ മാത്രമല്ല കേട്ടോ, അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ UK ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഒരു 90% ആണെങ്കിലും ഒന്നുകിൽ വൈഫ് അവിടെ ജോലി കിട്ടിയിട്ട് ഒരു ഫാമിലി ആയിട്ട് മൂവ് ചെയ്ത ആൾക്കാരായിരിക്കും. അവിടെ പലപ്പോഴും വർക്ക് ചെയ്യുന്ന ആൾക്കാർ സ്വന്തമായിട്ട് അവർ ചെയ്തിട്ട് പ്രൊഫഷനൊന്നും അല്ല അവർ ചെയ്യുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് കിട്ടുന്ന ജോലി, അവർക്ക് ഇഷ്ടമുള്ള നമുക്ക് ജോലി ചൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. അപ്പം അവരത് എടുക്കുന്നു, അവർ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുള്ള. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വർക്ക് ലൈഫ് ബാലൻസ് ഇവിടുത്തെക്കാട്ടിലും അവിടെ കൂടുതലാണ്. ഇവിടെ തീർത്തും ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. അത്രത്തോളം നമ്മൾ സ്ട്രെസ്ഡ് ആവും. ഞാൻ അവിടെ ആദ്യം പോയത് പെട്രോൾ പമ്പിൽ ജോലിക്കായിരുന്നു. അവിടെ ഷെല്ലിൻ്റെ ഒരു കമ്പനിയിൽ ഒരു പെട്രോളിൻ്റെ ഇതായിരുന്നു. സെൻട്രൽ മാനേജറിൻ്റെ അസിസ്റ്റന്റ് മാനേജറൊക്കെ ആയിട്ടായിരുന്നു ഇറങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബസ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സിന് ഡ്രൈവിങ്. അപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഡബിൾ ഡെക്കർ ബസ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ KSRTCയിലായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഡബിൾ ഡെക്കർ ഉണ്ടായിരുന്നു. പിന്നെ അത് നിർത്തി സർവീസ്. അപ്പം അതെന്നും എന്നെ സംബന്ധിച്ചുള്ള എനിക്കിങ്ങനെ ഞാൻ കണ്ടിരുന്നു ട്രിവാൻഡ്രത്ത്. ഇപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്കതൊരു സിറ്റി റൈഡ് എന്ന് കണ്ട പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞത് കോമൺ ആണ്. ഡബിൾ ഡെക്കർ ആണെങ്കിലും സിംഗിൾ ഡെക്കർ ആണെങ്കിലും ഒക്കെ നല്ല രസമുള്ള ബസ്സുകളാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഓടിക്കണമെന്ന് തോന്നി. പിന്നെ അതൊരു ചലഞ്ചായിരുന്നു. നമ്മളിവിടുത്തെ പോലെ നമുക്ക് പോയി പെട്ടെന്ന് എഴുതുന്ന നമുക്കൊരാളുടെ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിളിയായിട്ട് കൂടെ ഒക്കെ പോയിട്ട് ഹെൽപ്പറായിട്ടൊക്കെ നിന്ന് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. പക്ഷെ അവിടെ പറ്റത്തില്ല, അതൊരു പ്രൊഫഷനാണ്. അപ്പോൾ അതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടെന്ന് കണ്ടപ്പം എനിക്കത് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്കൊരു ഇൻട്രസ്റ്റ്. അപ്പോഴത്തേക്കും വൈഫ് ക്യാരിങ് ആയി. അപ്പോൾ എനിക്കതൊരു സ്വിച്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവിടെയൊക്കെ ഈ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സാലറി തന്നിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് പഠിക്കുക, അവർ തരുന്ന ട്രെയിനിങ് പ്രോപ്പർലി ചെയ്യുക, മര്യാദയ്ക്കായിട്ട് അവർ 3 ചാൻസസ് തരും. 3 ചാൻസസിനുള്ളിൽ നമ്മൾ അത് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് കിട്ടിയപ്പോൾ പിന്നെ കുറേ കാലം ബസ് ഡ്രൈവിംഗ് ആയിരുന്നു. പിന്നെ വൈഫിന് വീണ്ടും അടുത്ത സ്റ്റെപ്പായി മീൻസ് കരിയറിൽ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇപ്പം പീഡിയാട്രിക്സിൽ തന്നെ കാർഡിയോളജി സ്പെഷ്യലൈസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ 6 months കൂടുമ്പോഴും നമ്മൾ ഓരോരോ പുതിയ ഹോസ്പിറ്റൽസിലും പുതിയ സ്ഥലത്തുമായിരിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് പോയി നിന്നത് ഒരു പക്ക ഒരു ബ്രിട്ടീഷ് വില്ലേജാണ്. അവിടെ ഏഷ്യൻ സെൻ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും നമുക്ക് ചൈൽഡ് കെയർ അവൈലബിൾ അല്ല അവിടെ. അപ്പോൾ രണ്ടാമത്തെ ആളെ നോക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയി നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യം, കാരണം വിൻ്റർ സീസൺ ആയിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ ഇട്ട് തന്നു. അപ്പോൾ എനിക്കവിടെ പുതിയ സ്ഥലത്ത് പോയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പറ്റില്ല, കാരണം ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന രാവിലെ 4 മണിക്കും ലേറ്റ് നൈറ്റ് ഉണ്ടാവും. ചിലപ്പം രാത്രി 12:30-1 മണി വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് ബസ്സൊക്കെ പോവുക. അപ്പം വൈഫിൻ്റെ ഡ്യൂട്ടിയും വെച്ച് നോക്കുമ്പോൾ ചിലപ്പം അത് പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഉണ്ടാകും. അപ്പം പിന്നെ ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഞാൻ സ്റ്റെപ്പ് അപ്പ് ചെയ്തു ആസ് എന്താ ഒരു ചൈൽഡ് കെയർ. ഒരു ഫാമിലി മാൻ ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ആരും ഫോഴ്സ് ചെയ്യുന്നില്ല, പക്ഷെ സ്വന്തമായിട്ട് അതിങ്ങനെ
എനിക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആളുടെ, കാരണം മൂത്ത ആളുടെ കൂടെ എനിക്ക് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കെന്നുള്ളതിന് എനിക്കും വൈഫിനാണെങ്കിലും ഡെലിവറി ടൈം ഒരുമിച്ചുണ്ടായിരുന്നല്ലേ? ഡെലിവറി ടൈം ഒക്കെ ഉണ്ടായിരുന്നു. മോക്ക് 6 months ആയപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് കണ്ടിരുന്നു. രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. അപ്പം മൂത്ത ആള് 6 months കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് തിരിച്ച് ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് പിന്നെ വർക്കും കാര്യങ്ങളായിട്ട് ഞാനും പോയി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന സമയത്ത് മാത്രമേ മൂത്ത ആളെ കാണാൻ പോകാൻ പറ്റുള്ളൂ, അവളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആൾ ആദ്യമേ കയ്യിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി അപ്പോഴും ഈ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് നിർബന്ധം പിടിക്കാം, എനിക്ക് ജോലിക്ക് പോകാം, നമുക്കൊരാളെ കൊണ്ടുപോയി നിർത്താം, ഇതൊക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെയൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ കൈ ഒത്തിരി എക്സ്പെൻസീവ് ആണെന്ന്. അതിനെക്കാട്ടും നല്ലത് ഞാൻ വീട്ടിലിരിക്കുക എന്നുള്ളതായിരുന്നു. എനിക്കതാണ് ഇഷ്ടം. ഇത് 2 രീതിയിൽ ചിന്തിക്കാം. ഇപ്പോൾ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ നോക്കുമ്പോൾ പാർട്ട്നേഴ്സ് 2 പേരും ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലം ഒരാൾ കുട്ടീനെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കുട്ടീനെ നോക്കണം, പാരൻറ്റിങ് ഈക്വൽ ആണ്. പക്ഷേങ്കിൽ വേറൊരു സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ആളുകൾ ഇപ്പോഴും കളിയാക്കാണ്, അല്ലെങ്കിൽ ഭാര്യേനെ ജോലിക്ക് വിട്ട് ഭർത്താവ് ഗൃഹഭരണം ഏറ്റെടുക്കുന്നത് അത് കളിയാക്കുന്ന രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. ഈ ഒരു ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിപ്പം ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ ജീവിക്കുന്നത് നമ്മുടെ ലൈഫും നമ്മുടെ കുടുംബവുമാണ്. അവിടെ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫാമിലി എഫക്റ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. ഇപ്പം പുറമേ നിൽക്കുന്ന ഒരാൾ അങ്ങനെ കമൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ മാറാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരാൾ പറയുമെന്ന് കരുതിയിട്ട് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കഷ്ടപ്പെടുന്നത് എൻ്റെ ഫാമിലിയാണ്. അതും ഞാൻ കാണണം. അപ്പം അവർ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മറ്റൊരാൾക്ക് ഇപ്പം ദ്രോഹം ചെയ്തില്ലെങ്കിൽ അവർ സന്തോഷപ്പെടുത്താൻ നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതല്ലേ നല്ലത്. അപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്കത് എടുക്കാം. ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും എനിക്കതിനെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് പ്രശ്നമല്ല. ഫസ്റ്റ് വന്ന സീരിയൽ അപ്പോൾ ഓട്ടോഗ്രാഫ് ആണോ ആദ്യമായിട്ട് സ്ക്രീനിലേക്ക് വരുന്നത്? ഞാൻ കിരൺ ടിവിയിൽ ആങ്കർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സീരിയലിൻ്റെ ഒരു 2 ദിവസത്തെ വർക്കിന് പോയി. അതായത് ആക്ച്വലി പൈലറ്റ് എപ്പിസോഡായിരുന്നു, പക്ഷെ അത് പുറത്തേക്ക് വന്നില്ല. പിന്നെ ഞാൻ കിരൺ ടിവിയിലേക്ക് ഇതുപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് IG എന്ന് പറയുന്നൊരു സിനിമയിൽ ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ്, സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് കുറച്ച് ആളുകളെ വേണം. അപ്പോൾ അതുപോലെ പോയേക്കുന്നത് ഇപ്പോഴും IG കാണുമ്പോഴത്തേക്കും സൈഡിലൂടെ ഇരിപ്പുണ്ട്. സൈഡിലുണ്ട്, ഡയലോഗൊന്നുമില്ല. ഞാൻ പറയുന്ന ഡയലോഗ് ചിലർ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരും. IG സിനിമ വരുമ്പോഴത്തേക്ക് അതിനകത്ത് ചെറിയൊരു പോർഷനിൽ ഞാൻ അപ്പോൾ അവിടെ ഇരുന്ന് ഫ്രണ്ടിലിരിക്കുന്ന ആളടുത്ത് സംസാരിക്കുന്ന എനിക്കുണ്ടായിരുന്ന ഡയലോഗ്, പക്ഷെ സിനിമയ്ക്കകത്ത് അവർ വേണ്ടെന്ന് വെച്ചൊന്നേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോഗ്രാഫിലേക്ക് വരുന്നത്. ഓട്ടോഗ്രാഫ് ആണ് അപ്പോൾ ലൈഫിലെ ഏറ്റവും വലിയൊരു ബ്രേക്ക് എന്നത് ഓട്ടോഗ്രാഫ് ആണ്. ഒബ്വിയസ്ലി അത് ഇന്നും എൻ്റെ ലൈഫിലൊരു അതിന്റെ ടൈറ്റിൽ സോങ് ഇപ്പോഴും ആളുകൾ ഇൻസ്റ്റയിൽ വീണ്ടും കേൾക്കുന്നുണ്ട്, ഓർമ്മതൻ താളില് അക്ഷരപ്പൂവുകൾ. അത് ഒരുപാട് പേർക്ക് കിട്ടിയൊരു ഭാഗ്യം എനിക്കും കിട്ടി. ONV സാറായിരുന്നു അതിൻ്റെ ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറിൻ്റെ നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരാളല്ലേ ഉള്ളൂ. പണ്ടത്തെ ഏറ്റവും മെലഡീസ് ONV സാർ ആരെന്ന് നമ്മൾ ആരുടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അദ്ദേഹം എഴുതിയ ഒരു ലിറിക്സിലൊരു സാധനം നമുക്ക് അഭിനയിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് അതിൽ പരം ഭാഗ്യം വേറെ എന്ത് വേണം. അപ്പോൾ ഓട്ടോഗ്രാഫ് ആയിരുന്നു തുടക്കം. അത് ശരിക്കും വലിയൊരു അമിട്ട് തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? ഒരു പെൺകുട്ടികളുടെ ഒരു ഹാർട്ട് ത്രോബ് ആയിരുന്നില്ലേ ഈ പ്രേമലേഖനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? പിന്നെ പ്രേമലേഖനം കൊടുത്തിരുന്നു, ഒരുപാട് കൊടുത്തിരുന്നു. പിന്നെ എന്നെക്കാട്ടിലും കൂടുതൽ ഹെഡ് ചെയ്ത് നിന്ന മുഴുവൻ ജെയിംസ് അളിയനായിരുന്നു. അപ്പൊ ഈ വാഴ നനയുമ്പോൾ സൈഡിലിരിക്കുന്ന ചീരി നനയെന്ന് പറയുന്നല്ലേ, അവര് കിട്ടുന്നതിന്റെ കുറെയൊക്കെ നമുക്കും ഇങ്ങനെ നനവ് കിട്ടും എന്ന് പറഞ്ഞു വിട്ടായിരുന്നു. പുള്ളി ഒരു പക്ഷേ ഒരു ആംഗ്രി ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഹീറോ എല്ലാത്തിനും അടിയാക്ക. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ, നമ്മൾ ഒരു കോമഡി വൈബില് എല്ലാരും സന്തോഷിപ്പിച്ചു പോകുന്നു, സൈഡിൽ കൂടെ ഒക്കെ പോകുന്നു. നമുക്ക് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടന്റ്. ഗേൾസിന് ഇഷ്ടം അങ്ങനത്തെ ഉള്ള ആളുകളെയാണ്. എന്നൊക്കെയായിരുന്നു പ്രതീക്ഷ. പക്ഷെ എന്തായാലും ജെയിംസിനോട് ചോദിച്ചാൽ സത്യം പറയും. എന്താ നിങ്ങൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രേക്ഷകർക്ക് ഇപ്പോഴും കേൾക്കാൻ ആഗ്രഹമുള്ളതാണ്? അതായത് ഇത്രയും ഒരു ഡീക്കേഡ് എങ്ങാനും ആയെന്ന് തോന്നുന്നു ആ ഒരു സീരിയൽ ഇറങ്ങിയിട്ട്. അപ്പൊ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ ഒരു മെമ്മറിയിൽ വരുന്ന ഒരു നല്ല മൊമെന്റ് ഓട്ടോഗ്രാഫില് അതേതായിരിക്കും? ഞങ്ങൾ എല്ലാവരും കൂടെ ഉള്ളൊരു മൊമെന്റ് തന്നെയായിരുന്നു. അതിൽ ഏതെന്ന് ചോദിച്ചാൽ ഇപ്പം എന്താ പറയാ, ഒത്തിരി എല്ലാ മൊമെന്റ്സും നല്ലത് തന്നെയായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന പോലെ നിങ്ങളെല്ലാരും നല്ല സുഹൃത്തുക്കളായിരുന്നു? സുഹൃത്തുക്കൾ തന്നെയായിരുന്നു, അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന പോലെ ഒരു
ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന അടിയും വഴക്കും പിണക്കവും എല്ലാം ഉണ്ട്. അതൊക്കെ ഒരു സൈഡിൽ കൂടെ ഒക്കെ നടക്കുമെങ്കിലും ആഫ്റ്റർ ഓൾ എപ്പോഴെങ്കിലുമൊക്കെ കറങ്ങിത്തിരി നമ്മളൊരു പോയിന്റിലേക്ക് എത്തും. അതൊരു രസകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കോണ്ടാക്ട് ഉണ്ട്. അറിയാലോ അതിനകത്ത് ഒരാളുടെ കാര്യം, ശരത്തിൻ്റെ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാവരും കോണ്ടാക്ട്. ഞാനിപ്പം വന്ന സമയത്ത് തന്നെ ശ്രീകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ശ്രീകുട്ടി കുറച്ച് ഇപ്പം ഭയങ്കര ബിസി വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അമ്മയും മോളും അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് അവളെ കണ്ടില്ല. രഞ്ജിത്തിൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അവൻ അവിടെ വരുമ്പോൾ വിളിക്കും. അങ്ങനെ ഞങ്ങൾ പോയി കാണാൻ. നാട്ടിൽ നേരെ വിദേശത്തേക്ക് പോയി. ഞാൻ വിദേശത്തേക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, അത് കളയണ്ടെന്ന് വെച്ചിട്ട്. അവന് എനിക്ക് തോന്നുന്നു വൈഫ് പോയിട്ട് ഒത്തിരി കഴിഞ്ഞിട്ടാണ് അവനും പോയത്. അന്ന് ഓട്ടോഗ്രാഫി ചെയ്യുമ്പോൾ എത്ര പ്രായം ഉണ്ടായിരുന്നു? അല്ല, അതില് ശ്രീകുട്ടി ചേച്ചിന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടിരുന്നു പുള്ളിക്കാരി +2 പഠിക്കുമ്പോഴായിരുന്നു. ഏത് ഇയർന്ന് വികത്തുന്നത്? എല്ലാവരും +2 തന്നെയായിരുന്നു. പക്ഷെ പല വർഷമായിരുന്നു. ഇല്ല, ഞാൻ ടു ബി ഫ്രാങ്ക് ഞാൻ അന്ന് എനിക്ക് എത്ര ആയിരുന്നു, 24-25 ആ സമയത്തായിരുന്നു. പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹോട്ടലിൽ ആളുകൾ തിരിച്ചറിഞ്ഞു എന്നൊക്കെ, അവര് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ മോനി നിനക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞോ? ചില സമയത്ത് എൻ്റെ പ്രവൃത്തി കാണുമ്പോഴത്തേക്കും എൻ്റെ ഭാര്യ പറയാറുണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാന്ന്. പക്ഷെ ഞാൻ സീരിയസ്ലി പറയാം ചേട്ടാ, ഇരുത്തിക്കൊണ്ട് പറയല്ല, പക്ഷെ ലുക്ക് വൈസ് ഒരു മാറ്റമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സ്കൂൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഫിറ്റ് ആയിരിക്കുന്നു അല്ലേ? നമുക്ക് കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളാണ്. ഞാൻ സൂര്യയെ കുറിച്ച് പറയുന്നത് ഞാൻ പറയാം. അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞാ, നമ്മളെല്ലാരും വന്നപ്പോ പറഞ്ഞു ഒരു മാറ്റവും ഇല്ല. താങ്ക് യു ടച്ച് വുഡ്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ എന്നെക്കാട്ടിലും സത്യം പറഞ്ഞാൽ ഏജ് ഉണ്ടായിരുന്നു രഞ്ജിത്തിന്. അങ്ങനെ തല്ലും നല്ല കുഴപ്പമില്ല. എന്നെക്കാട്ടിലും പ്രായമുള്ള വ്യക്തിയായിരുന്നു രഞ്ജിത്ത്. അപ്പോൾ നിങ്ങളെല്ലാരും ഡിഫറെന്റ് ഏജ് ആയിരുന്നു. അപ്പൊ എങ്ങനെ നിങ്ങളൊരു വൈബ് സെറ്റായി ഒരു സീരിയൽ ടൈം? എന്താണെന്നറിയോ, നമ്മൾ ആ സമയത്ത് ഒന്നാമത്തെ കാര്യം ഒരു 10-15 ദിവസം 15 ദിവസം കുറവാണ്, ഒരു 17-18 ദിവസം എന്തായാലും ഒരു മാസം മൊത്തം എടുക്കും. പിന്നെ അത് കഴിയുമ്പോൾ ഞാനും രഞ്ജിത്തും ഡബ്ബിങ് ആണ്. അപ്പം ഞങ്ങൾക്ക് അവനുണ്ടാവും ഒരു 3-4 ദിവസം. അപ്പോൾ ഒരു മാസത്തിലെ ഒരു 3/4 അങ്ങനെ തന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ അവനെ എപ്പോഴും വിളിക്കുമ്പോഴും ഞാൻ അളിയാന്ന് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ അതെന്റെ തന്നെ ഒരു സ്ഥിരം സ്ലാങ് ആയി മാറി. ആരെ കണ്ടാലും അളിയാന്ന് വിളിക്കാം. തിരുവനന്തപുരത്ത് ആയതുകൊണ്ടാണ് ഈ അളിയാന്നുള്ള ഒരു സാധനം. എനിക്ക് എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിനകത്ത് അനിൽ ബാസ് ആയിരുന്നു എൻ്റെ റൈറ്റർ. പുള്ളി എഴുതി വെച്ചിരുന്ന കാര്യമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എവിടുന്ന് വന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊരു ഭാഗ്യമായിരുന്നു. അത് ഈ 5 fingers എന്നുള്ള സംഭവം കൊണ്ട് നമ്മളൊക്കെ ആ സമയത്ത് സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ഇടായിരുന്നു 5 fingers 4 fingers എന്നൊക്കെ പറഞ്ഞു. നമ്മൾ പറയും നീയാണ് മറ്റേ കൂട്ടത്തിലെ സാം, അല്ലെങ്കിൽ നീയാണ് കൂട്ടത്തിലെ രഞ്ജിത്ത്, അങ്ങനെ ഇങ്ങനെ പറയായിരുന്നു. ഇപ്പോഴും ഓട്ടോഗ്രാഫിന്റെ പേജ് ഇപ്പോഴും 8 year അടുത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സീരിയലിന് മാത്രം എന്തോ യൂട്യൂബിലൊന്നും അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോഴും ഫേസ്ബുക്കിനകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ആ എപ്പിസോഡ് എന്താ അത് വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത് ലൈവാണ്. ഇപ്പോൾ ഒന്നാമത് ഈ ഇൻസ്റ്റയിലൊക്കെ പഴയ സീരിയലൊക്കെ എടുത്തിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്, ഒരുപാട് സീരിയൽസ്. അങ്ങനെ ഞാനിങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഞാനും ഓട്ടോഗ്രാഫിന്റെ കുറച്ച് കുറവാണ്. ഞങ്ങൾ ചെയ്ത സമയത്തൊക്കെ ഓർക്കുട്ടല്ല, ഫേസ്ബുക്ക് തന്നെ സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ആയിരുന്നു. അപ്പം അന്ന് ഇത്രയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഫെയിമിലേക്കൊന്നും വരാനുള്ള സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് അല്ല. യൂട്യൂബോ അല്ലെങ്കിൽ വേറെ ഒരു മീഡിയംസ് ഒന്നും ആക്റ്റീവ് അല്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ്, മീൻസ് ഇതൊക്കെ ഒന്ന് പച്ചപിടിച്ച് വന്നപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം പതുക്കെ മാറി. രഞ്ജിത്ത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ വന്നിട്ട് ഒരു റോള് ചെയ്യുന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു. സീരിയൽസ് ഭയങ്കര കുറവായിരുന്നു. ഈ ഓട്ടോഗ്രാഫ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നത് അമ്മയിലേക്കാണ്. ഓട്ടോഗ്രാഫ് കഴിഞ്ഞിപ്പോൾ അമ്മയിലേക്ക് വന്നു. അമ്മയിൽ ഞാനൊരിക്കൽ ഒരു ഏത് പടം എന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ശ്രീകുമാർ തിയേറ്ററിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ അതിനു മുമ്പ് സ്വാമി അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ട് മെർലാൻഡിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏഷ്യാനിൽ തന്നെയായിരുന്നു. അതിൽ ശരത്തായിരുന്നു ലക്ഷ്മണനായിട്ട് ചെയ്തത്. ഞാനായിരുന്നു ഏതോ ഒരു ക്യാരക്ടർ, ഇനി പറഞ്ഞിട്ട് വെറുതെ കോൺട്രവേഴ്സി ഉണ്ടെന്ന് വെച്ചിട്ട് പറയാത്തത് അങ്ങനെ. അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്നെക്കാട്ടിലും ലുക്കുള്ള ആൾക്കാരോടെ വേറെ ഉള്ളത് എനിക്ക് ആ ചാൻസ് കിട്ടിയില്ല. ട്രൈ ചെയ്ത് നോക്കി, ബാലു മാത്രം വിളിപ്പിച്ചാൽ മതിയല്ലോ. പക്ഷെ അതല്ലായിരുന്നു, ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് എന്നെ കണ്ടപ്പോഴത്തേക്കും, മുരുകൻ സാറായിരുന്നു സാറ്, ഞങ്ങൾ ആക്സിഡൻ്റലി മീറ്റ് ചെയ്തു. സാറ് ചോദിച്ചു അപ്പോൾ എന്താ പരിപാടി, അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ സാറാണ് എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ ചെയ്തു തുടങ്ങി
കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്ത്രീധനം സ്റ്റാർട്ട് ചെയ്തു. അമ്മയില് ചിന്നുമോളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇളയച്ചനായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു. ചിന്നുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അതെ അതെ കൂട്ടത്തില് ഏറ്റവും ലാസ്റ്റ്. അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സ്ത്രീധനം സ്റ്റാർട്ട് ചെയ്തു. സ്ത്രീധനത്തിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന പക്ഷെ അതിനകത്ത് മറ്റതിനകത്ത് എന്ന് പറഞ്ഞാല് സ്ത്രീധനം ഓൾറെഡി അറിയാലോ ഒരു സിനിമ ആയിരുന്നു. ബൈജുചേട്ടന്റെ ഒരു ക്യാരക്ടർ ബൈജുചേട്ടന്റെ ക്യാരക്ടറായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്, പ്രസാദ് എന്ന് പറഞ്ഞിട്ട്. ആര്യ, നമ്മുടെ ആര്യയായിരുന്നു അതിനകത്ത് വൈഫായിട്ട് വന്നിട്ടുള്ളത്. അത് നല്ലൊരു കിടിലൻ ക്യാരക്ടറായിരുന്നു. അപ്പം അത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അനിയത്തി സീരിയൽ വരുന്നത്. അനിയത്തി സീരിയലിനകത്ത് സെൻട്രൽ ക്യാരക്ടറിലായിരുന്ന ഗൗരിയുടെ പെയറായിട്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ചാനൽ റൈവൽ അറിയാമല്ലോ ഒരു പ്രശ്നം വരുന്നത്. അപ്പം ഓപ്പോസിറ്റ് ടൈമിൽ വന്നതിൻ്റെ പേരിൽ എനിക്ക് ഏതെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഈ അനിയത്തി അനിയത്തി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് എനിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് റൈറ്റിംഗ് വൈസ് എനിക്ക് ഗണേഷ് ഓലിക്കരാന്ന് പറഞ്ഞിട്ട് ഗണേഷ് ചേട്ടനായിരുന്നു എൻ്റെ റൈറ്റിംഗ്. ഇത് കുറച്ചും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗണേഷ് ചേട്ടൻ്റെ റൈറ്റിങ്. മറ്റേത് ഓൾമോസ്റ്റ് ഒരു 500 ചില എപ്പിസോഡിന് മേളിൽ അത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചതാണ്. പക്ഷെ അതിനകത്ത് അപ്പുറത്തേക്ക് അതിനകത്തൊന്നും എനിക്ക് സീരിയലിനകത്ത് തന്നെ ഒരു നമുക്ക് കുറേ കഴിയുമ്പോഴത്തേക്കും റിപ്പീറ്റേഷൻ വരുമല്ലോ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും യു ചൂസ് എനിത്തിങ്, ഇതിൽ ഏത് ബെറ്റർ വേണം എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ അനിയത്തി.